കേരളത്തിൽ അദൃശ്യവും അതിശക്തവുമായ ഒരടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയമാണ് നേടാൻ വേണ്ടി പോകുന്നത്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയ ധ്രുവീകരണത്തിനും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും കളമൊരുക്കും. ഞങ്ങൾ വളരെ വിജയപ്രതീക്ഷയോടുകൂടിയാണ്, ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ്, വിജയവിശ്വാസമാണ് ഈ അവസാനത്തെ മണിക്കൂറുകളിലുള്ളത്. അതായത് 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകസഭയ്ക്കകത്ത് മോദിജിക്ക് അനുകൂലമായി കൈപ്പൊക്കാനും കൈകോർക്കാനും കേരളത്തിൽ നിന്ന് NDAയുടെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് LDFും UDFും അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോളിങ്ങിന് ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ന്യൂനപക്ഷ വികാരം ആളിക്കത്തിച്ച് ഒരു മത ധ്രുവീകരണത്തിന് LDFും UDFും പരിശ്രമിക്കുകയാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDFിനെയും UDFിനെയും തിരിച്ചറിഞ്ഞു, CPMനെയും കോൺഗ്രസിനെയും അവർ പൂർണ്ണമായി മനസ്സിലാക്കി. അതുകൊണ്ട് ഇത്തവണ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളും മോദിയുടെ ഗ്യാരണ്ടിയോടൊപ്പം ചേർന്നു നിൽക്കും എന്നുള്ള തിരിച്ചറിവാണ്, NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന തിരിച്ചറിവാണ്, ഈ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിലൂടെ ന്യൂനപക്ഷ വികാരത്തെ ആളിക്കത്തിക്കാൻ LDFും UDFും തയ്യാറാകുന്നത്. ഇതാ UDF ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. UDF ശശി തരൂർ ഈ തിരുവനന്തപുരത്തെ കടലോര മേഖലകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു നോട്ടീസാണിത്. ഇന്നലെ 8 മണിക്ക് ശേഷമാണ് കടലോര മേഖലകളിൽ UDF പ്രവർത്തകന്മാർ ഈ നോട്ടീസ് ശശി തരൂരിന് വേണ്ടി, UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് വേണ്ടി വിതരണം ചെയ്തത്. ഇത് ഈ ലഘുലേഖയിൽ ഉള്ളത് ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ വികാരത്തെ ആളിക്കത്തിക്കുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു തരംതാണ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ശശി തരൂരും UDFും തയ്യാറാകുന്നത്? ഇപ്പോൾ 15 വർഷത്തിനിടയിൽ കടലോര മേഖലയിലെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കടലോര മേഖലയിലെ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കേവലം വട്ടപൂജ്യമായ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു നോട്ടീസ് വിതരണം ചെയ്യാൻ കടലോര മേഖലയിലെ ക്രൈസ്തവ വീടുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇത് നഗ്നമായ നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. ഞങ്ങൾ ഇതിനെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഇതുപോലെ LDF ചില മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവരുപയോഗിച്ചത് അത്യന്തം മതവികാരങ്ങൾ ആളിക്കത്തിക്കുന്നതാണ്. ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന പ്രചരണങ്ങളുണ്ട്, LDFിൻ്റെ പ്രചരണങ്ങൾ. ആ പ്രചരണങ്ങൾ മണിപ്പൂരിലെയും അതുപോലെ സംഭവങ്ങളെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് മതവികാരത്തെ ആളിക്കത്തിക്കാനാണ് അവരും പ്രചരണത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഈ അവസാന നിമിഷത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി NDAക്ക് അനുകൂലമായി അവർ വോട്ടവകാശം വിനിയോഗിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.